കേമം എന്നുവെച്ചാ ബാഹുകേമം. ഇയാളൊന്ന് ശ്രദ്ധിച്ചോളൂ പുതുവോളെ, ഗുരുവിനെ വിട്ടുന്ന വിത്ത. എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചില്ലായ്മ? മുണ്ടക്കൽ അമ്പലത്തിലെ കൊട്ടാൻ വരുമ്പോ ഇങ്ങനൊരു ചുറ്റിക്കല ഉണ്ടാവുമെന്ന് കരുതിയില്ല. കേട്ടതെല്ലാം വഷളായിരുന്നു അല്ലേ? പോക്കിരി, താൻ തോന്നി, ദൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷപ്പെട്ടങ്ങൾ ഏറെ ഉണ്ട്. കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുമ്പിലേ ഉള്ളൂ. പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെ. ഈ പറഞ്ഞ 2 വർഗമായിട്ടേ ചങ്ങാത്തുള്ളൂ. അപ്പൊ ഇതാണ് അപ്പുമാഷിന്റെ മോള് അല്ലേ? എന്നാ തുടങ്ങല്ലേ? നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം ഇവിടെ നടക്ക. ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം. പിന്നെ ഇവൾ അധിക്ഷേപിച്ചു വിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്ക. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്നാ കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി. ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ? വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞാ നൃത്തം മാത്രാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. 5,100 റുപ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ടുപോയത്, അത് മുതലാക്കാതെ ഒന്നിനെ പാടിപ്പെരുക്ക് കുറച്ചാൻ പറ്റില്ല. ഇത് നീലാണ്ടനാ. വെറും പാക്കുറയുന്ന ശീലം എനിക്കില്ല.